ഇന്ന് ഞാനൊരു ട്രാവൽ ബ്ലോഗാണ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ആലപ്പുഴ ഒരു പ്രോഗ്രാമിന് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ജഡ്ജ്മെൻറ്റിന് പോകുന്നതാണ്. അപ്പോൾ ആലപ്പുഴ ബീച്ച് സൈഡിലുള്ള പാലത്തിൻ്റെ മേളിലൂടെ പോവുകയാണ്. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. താഴെ ബീച്ചിൽ വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. കാറൊന്നും അവിടെ നമുക്ക് നിർത്തി നോക്കാൻ സമ്മതിക്കില്ല. എന്നാലും നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ പാലെത്തിയപ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ഭംഗി കൊണ്ട് ഇങ്ങനെ പിടിച്ചതാണ്. നല്ല ഉച്ച സമയമായിരുന്നു. ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഭംഗിക്കെട്ട് പോലെ ഇങ്ങനെ കടലിൻ്റെ മേളിൽ ഇങ്ങനെയുള്ള ആകാശം. ദൂരെ ആലപ്പുഴ ലൈറ്റ് ഹൗസ് കാണാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ബീച്ച് എത്താറായിട്ടുണ്ട്. നല്ല ഉച്ചയാണെങ്കിലും പിള്ളേർ അവരുടേതായ രീതിയിൽ റീൽസൊക്കെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിലത്തിങ്ങനെ ഓടി. ഞാനവിടെ ഒരു കനാലിൽ ഇങ്ങനെ ഇനി അവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കല്ലുമക്കായി കപ്പ ഇറച്ചി റോസ്റ്റ് അതൊക്കെ വിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ഇരുന്ന് അത് കഴിച്ച് കഴിച്ചു. ഞാൻ പ്രോഗ്രാം നടക്കുന്ന ഇന്ത്യൻ സ്പോട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ മത്സരാർത്ഥികളൊക്കെ വന്നു തുടങ്ങിയിരുന്നു. ഓരോരുത്തരും ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. പലരും പല വെറൈറ്റി പായസങ്ങളാണ് കൊണ്ടുവന്നത്. എല്ലാം നല്ല നല്ല രുചികളായിരുന്നു. എല്ലാം വെറൈറ്റി രുചികളായിരുന്നു. മിക്കതും ഔഷധക്കൂട്ട് പായസം ഒക്കെ ആയിരുന്നു. എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ളത് ഒക്കെയാണ് നോക്കുന്നത്. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അവർ ചെയ്ത ഇൻഗ്രീഡിയൻസും കുറേ പേരൊക്കെ അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സാമ്പാർ പായസം ഉണ്ടാക്കി. ഇതുണ്ടാക്കിയത് ഒരു മഷ്റൂം വെച്ചിട്ട് പായസം ഉണ്ടാക്കിയതാണ്. എല്ലാം നന്നായിരുന്നു. ഇതൊരു കപ്പ പായസം. അതുകൊണ്ട് നല്ല സ്വാദുള്ളൊരു കപ്പ പായസം. പിന്നെ ഇവിടെ ഒരു അമ്മ ഉണ്ടാക്കിക്കൊണ്ടുവന്നത് അവൽ പായസവും കാണുന്ന പോലെ തന്നെ നല്ല രുചിയായിരുന്നു. അങ്ങനെ ഈ അമ്മയ്ക്കിവിടെ അവൽ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിനുശേഷം ഇവിടെ ഒരു താമര വിത്ത് കൊണ്ടുള്ള ഒരു പായസമൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതും എല്ലാവരും നല്ല നല്ല ഡെക്കറേഷനിൽ ശ്രദ്ധിച്ചിരുന്നു. എല്ലാം വെറൈറ്റി ആക്കാൻ, വെറൈറ്റി ടേസ്റ്റിൻ്റെ ഒപ്പം തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻസും ചെയ്തിരുന്നു. ഇത് ദേവദാരു പായസം ഒരിതായിരുന്നു. ഇതും കൊള്ളായിരുന്നു. പിന്നെ അടുത്തത് ഇവർ നല്ല ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി കൊണ്ടുവന്നത്. എല്ലാം ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. നല്ല ചിരവേ തേങ്ങ ഒക്കെ ആയിട്ട് നല്ല ഒരു ഡെക്കറേഷൻസ് ആയിരുന്നു. അപ്പോൾ അവരെ എല്ലാ പിന്നെ എല്ലാം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ റൗണ്ടെല്ലാം നോക്കി ഇങ്ങനെ കണ്ടു. പിന്നെ അവർ തന്നെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് വിരിച്ചു തന്നു. എല്ലാവരുടെ റെസിപ്പി അതിൻ്റെ ഒപ്പം തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻസിൽ അതിങ്ങനെ പെട്ടെന്നൊന്ന് പറഞ്ഞു തരും. മിക്കവരും ഒരു ഔഷധ ഒരു ടച്ചുള്ള പായസമൊക്കെ ഉണ്ടാക്കിയത്. പഴയ പോലെയൊന്നല്ല. എല്ലാവർക്കും ഇപ്പോൾ ഫുഡിനെ പറ്റിയൊക്കെ നല്ല കാഴ്ചപ്പാടാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച്
ചേച്ചി ഈ അമ്മച്ചിയുടെ നേരത്തെ കണ്ടിട്ടുണ്ട് അവൽ പായസം. നല്ലൊരു പായസത്തിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. നമ്മൾക്ക് ഓരോന്നും കഴിക്കുമ്പോൾ അറിയാൻ പറ്റില്ല ഇതിലെ ഇൻഗ്രീഡിയൻസ് ഇന്നതൊക്കെയാണോന്ന് തന്നെ നമുക്ക് സംശയം തോന്നും. പക്ഷെ എന്നാലും നമ്മളത് കണ്ടുപിടിക്കണമല്ലോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്. താമര വിത്ത്, ആ വെളുത്ത കളറിലിരിക്കുന്നത് താമര വിത്ത്. ഷോപ്പിലൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തിയിരുന്നു. നെല്ലിക്ക ഒക്കെ വെച്ചിട്ടുള്ള ഇതും ഒരു ഔഷധ, അലോവേറ ചേർത്തിട്ടുള്ള ഔഷധ കൂട്ടായിരുന്നു. ഒടുവിൽ ഓരോരുത്തരുടെയും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു കോംപ്രമൈസിലെത്തി. ഓണത്തിൻ്റെ തന്നെ ആയതുകൊണ്ട് എല്ലാം നല്ല ഒരു കേരളീയ ടച്ചുള്ള ഒരു രീതിയിലായിരുന്നു പ്രസൻറ്റേഷൻ. അങ്ങനെ മത്സരമൊക്കെ കഴിഞ്ഞു. ഇനി മാർക്ക് എല്ലാം ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് അതൊക്കെ പറയുന്ന സമയമാണ്.